ഫ്രണ്ട്സ്, എൻ്റെ അമ്മ എനിക്ക് തുന്നി തന്ന ഡ്രസ്സ് ഇഷ്ടമുണ്ടെങ്കിൽ സിംബേടുന്ന ചാനലിൽ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം. ബൈ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും പഠിച്ചോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിംബേഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പഴയൊരു ഷർട്ട് കൊണ്ട് കുട്ടികൾക്കുള്ളൊരു ഫ്രോക്കാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായും അതുപോലെ വളരെ മനോഹരമായി എങ്ങനെ നമുക്ക് ഫ്രോക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കട്ട് ചെയ്യാനുള്ള ഷർട്ട് ഇതുപോലെ ബട്ടൺസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ഒരു സൈഡിൽ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈ കോളറിൽ നിന്നും താഴേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് ഈ പോക്കറ്റ് അഴിച്ചു മാറ്റാം. ഞാനിവിടെ പോക്കറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഷർട്ട് 2ആക്കി മടക്കി കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് മാർക്കിങ്ങുകളെല്ലാം കൊടുക്കാം. എൻ്റെ മോളുടെ ഷോൾഡർ 5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ എത്രയാണ് എടുത്തിട്ടുള്ളത് ആ സെയിം തന്നെ ഞാൻ ആം ഹോൾ ലൈനായിട്ട് എടുക്കുകയാണ് കേട്ടോ. അതായത് 5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. ആ 5 ഇഞ്ചിന് ആം ഹോൾ ലൈനായിട്ട് ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈനിലാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. എൻ്റെ മോളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ലൂസ് കൂട്ടി ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്യാൻ കേട്ടോ. അടുത്ത് നമുക്ക് വേസ്റ്റിന് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ വേസ്റ്റ് ലെങ്ത്ത് 11 ഇഞ്ചാണ്. അവിടുത്തെ വിത്ത് അതായത് വേസ്റ്റ് വിത്ത് 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് ബോഡി ലൂസിന് കൊടുക്കുകയാണ്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രോക്കിൽ എത്രയാണോ ലെങ്ത്ത് ഉള്ളത് ആ ലെങ്ത്ത് മുഴുവൻ ഞാൻ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഫ്രോക്കിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഈ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മാർക്കിങ്ങുകളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ നെക്കിലും അതുപോലെ ഏറ്റവും താഴെ ഭാഗത്തും ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടിയും ഈ ഫ്രോക്കിന് ലെങ്ത്ത് കിട്ടും. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുത്താൽ മതി. അടുത്ത് നമുക്ക് ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. അതിനായിട്ട് ആം ഹോൾ ലൈനിൻ്റെ ഹാഫ് എടുക്കുകയാണ്. എൻ്റെ ആം ഹോൾ ലൈന് 5 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 2.25 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ചെസ്റ്റിൻ്റെ ആ മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നെക്ക് 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ബോക്സ് ആക്കി വരച്ചെടുക്കുക. ഞാനിവിടെ നെക്കിന് യു നെക്കാണ് കൊടുക്കുന്നത്. അതുപോലെ നെക്കിന് അത്യാവശ്യം വൈഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബാക്കിൽ ഹുക്കോ സിബൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇതുപോലെ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഒരു വൈഡായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഇവിടെ ഞാൻ 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ചായിട്ട് നമുക്ക് നെക്ക് വൈഡായി കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് റൗണ്ടിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ആം ഹോളിൻ്റെ ഈ ഒരു മാർക്കിങ്ങിലൂടെയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് ബാക്ക് സൈഡിലെ തുണി ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസും അതുപോലെ ഫ്രണ്ട് നെക്കിൽ ഫ്രില്ല് വെക്കാനുള്ള തുണിയും ടോപ്പിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഫ്രില്ല് വെക്കാനുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
ഷർട്ടിലെ ഈ 2 സ്ലീവ്സാണ് ബാക്കിയുള്ളത്. ഈ 2 സ്ലീവ്സിൽ നിന്നാണ് ഇത്രയും തുണികൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്ലീവ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ സൈഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഏറ്റവും താഴെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സ്ലീവിന് ഇതുപോലെ മടക്കി കൊടുക്കുക. സ്ലീവിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഇതുപോലെ കർവ് ഷേപ്പിലായിരിക്കും ഇരിക്കുക. അത് ഇതുപോലെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി മടക്കിയിട്ട് 3 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 3 ഇഞ്ച് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് ഏറ്റവും ബോട്ടം സൈഡ് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള തുണി തികയുള്ളൂ. ഇതുപോലെ ഞാൻ 3 ഇഞ്ച് വിഡ്ത്തിൽ തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഒരു സ്ലീവിൽ നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിലെ സ്ലീവും ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക. നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ സ്ലീവും നമുക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ തുണിയിൽ നിന്നും ബോട്ടം സൈഡ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും 3 ഇഞ്ച് വിട്ടിൽ ഞാനിതുപോലെ 2 തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് നെക്കിനും അതുപോലെ ഫ്രണ്ട് നെക്കിന് ഫ്രില്ല് വെച്ച് കൊടുക്കാനുള്ള തുണിയും ഈ ഒരു തുണിയിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് നെക്കിൽ ഫ്രില്ല് വെച്ച് കൊടുക്കാനായിട്ട് 2.25 ഇഞ്ച് വിട്ടിലാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ 2.25 ഇഞ്ചിൽ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ബാക്ക് നെക്കിന് 1.25 ഇഞ്ചിൽ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. നെക്ക് അടിക്കാനുള്ള ക്രോസ് പീസെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രോക്കിനുള്ള കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുണിയുടെ നല്ല വശം ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നിവർത്തിയിടുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസ് ഇതുപോലെ 2 മടക്കി നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോ ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ തുണിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് നെക്ക് മൊത്തം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് പതിച്ചടിക്കണം. പതിച്ചടിക്കാനായിട്ട് ക്രോസ് പീസിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗവും അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗവും ഇതുപോലെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് അതിന് മുകളിൽ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് നെക്ക് മൊത്തം ഒന്ന് പതിച്ചടിക്കാം. കുറച്ച് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മളിതുപോലെ നെക്ക് പതിച്ചടിക്കാൻ. പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ ഒരു തുണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് നമ്മളിതിന് മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 1/4 ഇഞ്ച് വിട്ടിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാനായിട്ട് ഞാനിത് വെള്ള നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ നെക്ക് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള ബട്ടൺസൊക്കെ നമുക്ക് അഴിച്ചു മാറ്റാം. ഞാനിവിടെ ബട്ടൺസെല്ലാം എടുത്ത് കളയാണ്. ഇതുപോലെ നമുക്ക് ബട്ടൺസ് എല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ 2 തുണികളും ചേർത്ത് വെച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുക. സ്റ്റിച്ച് ചെയ്ത് ഏറ്റവും താഴത്തെ ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടണിൻ്റെ ആ ഒരു പോയിൻ്റ് വരെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി. താഴെ നമ്മൾ കുറച്ച് ഓപ്പൺ ആയിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്കും ഒരു സ്റ്റിച്ച് കൂടിയും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ട്. ഞാൻ ഈ സെയിം തുണി കൊണ്ട് തന്നെ ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ ബട്ടൺ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഫ്രില്ലിന് ആവശ്യമായിട്ടുള്ള ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ.
ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ക്രോസ് പീസും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ എല്ലാ ക്രോസ് പീസും ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസിനെ ഇതുപോലെ രണ്ടാക്കി മടക്കി അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും അരികത്ത് കൂടി തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ക്രോസ് പീസിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് പിടിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ത്രെഡ് കട്ടർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതുപോലെ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ പ്ലീറ്റ്സ് ആയിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കുക. ഇതുപോലെ നമുക്ക് മൊത്തം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്ലീറ്റ്സ് തുടങ്ങുന്നിടത്തും അതുപോലെ അവസാനിക്കുന്നിടത്തും നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് ഫ്രണ്ട് പാർട്ടിൽ നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡാണ് നമ്മൾ മുകളിലേക്ക് നിവർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രില്ല് വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളിത് പതിച്ചടിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ കട്ടുകൾ കൊടുക്കുക. ഇതുപോലെ കട്ടുകൾ കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇത് പതിച്ചടിക്കാം. ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗം നമ്മൾ തുണിയുടെ അടിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തുണിയുടെ നല്ല സൈഡിലാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ക്രോസ് പീസിൻ്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ആ ഒരു ഫ്രില്ലിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. നല്ല തുണിയുടെ മുകളിൽ കൂടിയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് വരുന്ന തുണി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നല്ല സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വിരിച്ചിടുക. എന്നിട്ട് തുണി ഇതുപോലെ ഫ്രണ്ടിലേക്ക് പതിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മളുടെ ഫ്രില്ലിനെ ഇതുപോലെ നല്ല സൈഡിലേക്ക് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, അതിന് മടക്കൊന്നും പോവാത്ത രീതിയിൽ വേണം നമ്മളിതുപോലെ ഫ്രില്ലുകൾ പിടിച്ചു കൊടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് നെക്ക് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഫ്രോക്കിൻ്റെ 2 സൈഡുകൾ നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് താഴെ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഇതുപോലെ രണ്ടും ഒപ്പം പിടിച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ സീം അലവൻസ് വിട്ടിട്ടുള്ളത് അത് നമുക്ക് ഇതുപോലെ ഒന്ന് നോക്കുക. ഞാനിവിടെ 1.25 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത് ഞാൻ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 11 ഇഞ്ച് എടുത്തു. അവിടുത്തെ വിട്ട് 1.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്നും താഴെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് മതിയായിരിക്കും. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ലൈനിൽ കൂടി തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാ. ഇതുപോലെ തന്നെ 1-2 സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണി നല്ല സൈഡ് ഇതുപോലെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഏറ്റവും താഴെ ഭാഗത്ത് നമുക്ക് നേരത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്തപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കട്ട് പീസുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല തുണിയും ചേർത്ത് വെച്ചിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം തുണിയുടെ ഒരു സൈഡ് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഒന്ന് മടക്കിയടിക്കാം.
ഇതുപോലെ തന്നെ ഈ തുണിയുടെ ലെങ്ത്ത് മുഴുവൻ നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അടുത്തത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫ്രീ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്കിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ആ രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഷർട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട് ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ടോപ്പുകൾ, പാൻസ്, സ്കേർട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണിയിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് തുടങ്ങുക. നമ്മളുടെ തുണി നല്ല വശം ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലീറ്റ്സിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 2 തുണികളും 1/2 ഇഞ്ച് വീതം ഗ്യാപ്പിൽ നമുക്ക് ഫ്രോക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇടാൻ പറ്റാതെ ടൈറ്റായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റി വെച്ച ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. ചുരിദാർ, നൈറ്റി, അതുപോലെ ഷർട്ടുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഐഡിയാസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അതുപോലെ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോസുകളായിട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ ഈ ഫ്രോക്ക് മൊത്തം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് ഉള്ള തുണി ഞാൻ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫ്രോക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ബട്ടൺസ് കട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് നമുക്ക് ഫാബ്രിക് ബട്ടൺസ് വെച്ച് കൊടുക്കാം. ബാലൻസ് വന്നിട്ടുള്ള ഈ സെയിം തുണി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബട്ടൺസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് നേരത്തെ ബട്ടൺസ് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഇതുപോലുള്ള ബട്ടൺസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബട്ടൺസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഈ ബട്ടൺസ് ഉള്ളിലേക്ക് കടത്തിവിടാം. ഇതുപോലെ കടത്തിവിട്ടതിന് ശേഷം നമുക്ക് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഇത് ബാക്കിലൂടെ ഒന്ന് തുന്നിയെടുക്കുക. നൂല് കോർക്കുമ്പോൾ 2 മടക്കല്ലാണ്ട് നമ്മൾ നൂല് 4 മടക്കാക്കി എടുത്തിട്ട് നല്ല സ്ട്രോങ്ങിൽ തന്നെ ഇതുപോലെ തുന്നിയെടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ ബട്ടൺസും തുന്നിയെടുക്കാം. ഇവിടെ ഞാൻ എല്ലാ ബട്ടൺസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പോക്കറ്റ് അഴിച്ച് മാറ്റിയെടുത്ത് ഒരു കളർ ചേഞ്ച് കാണുന്നില്ലേ, അവിടെ നമുക്ക് ഫ്ലവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് പഴകിയ ഷർട്ടാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇത് കളർഫുൾ ആയിട്ടുള്ളൊരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷർട്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. ഞാനിവിടെ ഷർട്ടിൻ്റെ തുണി കൊണ്ട് തന്നെ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ മയിൽപ്പീലിയുടെ ഒരു ഹാങ്ങിങ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയും കൊടുക്കുക, അല്ലാതെ നമുക്ക് ഇതുപോലെ 2-3 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3 ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതോടെ തുന്നി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതോടൊപ്പം ലൈക്കും ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.